നമസ്കാരം. ഇന്നത്തെ വാർത്താ ദിനത്തിന്റെ സജീവ ചിത്രവുമായി 9 PM ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. VKC പ്രൈഡ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് VKC പ്രൈഡ്. VKC പാദരക്ഷകൾ വാങ്ങും, സമ്മാനങ്ങൾ നേടും. VKC പ്രൈഡ് 2022 സെലിബ്രേഷൻ. കോഴിക്കോട് കുളിമാട് പാലം അപകടം ഹൈഡ്രോളിക് ജാക്കുകളുടെ യന്ത്രത്തകരാർ മൂലമെന്ന് കിഫ്ബി. നിർമ്മാണ വസ്തുക്കളുടെ ഗുണനിലവാര മാനദണ്ഡം തൃപ്തികരമെന്നും കിഫ്ബിയുടെ വിശദീകരണം. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDF ആധിപത്യം. 24-ൽ 9 അട്ടിമറി ജയം. UDFന് 15 വാർഡുകൾ മാത്രം. ജനപിന്തുണ വർദ്ധിച്ചതിന്റെ തെളിവെന്ന് മുഖ്യമന്ത്രി. തൃപ്പൂണിത്തുറയിലും മുഴുപ്പിലങ്ങാടും കോലിബി സഖ്യം. വർഷത്തെ നീതി നിഷേധത്തിന് ഒടുവിൽ മോചനം. അർപ്പുതമമ്മാളിന്റെ പോരാട്ടം വിജയം. പേരറിവാളന് മോചനം. തമിഴ്നാട് ഗവർണർക്ക് സുപ്രീം കോടതിയുടെ വിമർശനം. വില ഇടിഞ്ഞ വീണ്ടും രൂപ. ഇന്നും റെക്കോർഡ് ഇടിവ്. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച കെ സുധാകരനെതിരെ പ്രതിഷേധം ശക്തം. കോൺഗ്രസ് തകർച്ചയുടെ അടയാളമെന്ന് എ വിജയരാഘവൻ. തൃക്കാക്കരയിലെ ജനങ്ങൾ മറുപടി നൽകുമെന്ന് പി രാജീവും എം സ്വരാജും. പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയായി നമ്മുടെ മുൻപിലേക്ക് വരുന്നത് 42 തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളാണ്. 42 24 മിന്നും വിജയം നേടി സംസ്ഥാനത്ത് ഇടതുതരംഗം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത എന്ന് പറയുന്നത് സംസ്ഥാനത്തെ 12 ജില്ലകളിലെ 42 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പാണ്. അതിന്റെ ഫലമാണ്. ഈ 42 വാർഡുകളിൽ 24 മിന്നും ജയം നേടി LDF ഇടതുതരംഗം തീർത്തിരിക്കുകയാണ് സംസ്ഥാനത്ത്. 2020-ൽ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ 42 വാർഡുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 20 വാർഡുകളാണ് LDFനുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അത് 4 വാർഡുകൾ കൂട്ടി 24 വാർഡിലേക്ക് ആധിപത്യം ഉറപ്പിക്കുന്ന രാഷ്ട്രീയ കാഴ്ച. അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് 2020-ൽ 16 സീറ്റ് ഉണ്ടായിരുന്ന UDFന് ഇത്തവണ 12 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുന്നു. തകർച്ചയുണ്ടായിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ രാഷ്ട്രീയ വിജയം LDFന്റെ മുൻപിലേക്ക് വരുന്നത്. നമുക്ക് ആദ്യം ഇന്നത്തെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പൂർണ്ണമായ റിസൾട്ട് കാണാം. കൊല്ലം നാന്തിരിക്കൽ ശൂരനാട് വടക്ക് സംഗമം, റാന്നി അങ്ങാടി പഞ്ചായത്തിലെ ഈട്ടിച്ചുവട്, ഇടുക്കി ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ വെള്ളന്താനം, എറണാകുളം കുന്നത്താട് പഞ്ചായത്തിലെ വെമ്പിളി, തൃശൂർ തൃക്കൂർ പഞ്ചായത്തിലെ ആലങ്ങോട്, മലപ്പുറം വള്ളിക്കുന്ന് പഞ്ചായത്തിലെ പരുത്തിക്കാട് എന്നീ വാർഡുകളാണ് UDFിൽ നിന്നും LDF പിടിച്ചെടുത്തത്. കൊല്ലം ആര്യങ്കാവ് പഞ്ചായത്തിലെ കഴുതുരുട്ടി, പാലക്കാട് പല്ലശന പഞ്ചായത്തിലെ കടല്ലൂർ വാർഡുകൾ BJPയിൽ നിന്നും LDF പിടിച്ചെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 2 വാർഡുകൾ LDFും 2 വാർഡുകൾ UDFും നേടി. കൊല്ലം ജില്ലയിൽ 6-ൽ 5 വാർഡുകളിലും LDF ഉജ്ജ്വല വിജയമാണ് കരസ്ഥമാക്കിയത്. കോൺഗ്രസിന്റെ 2ഉം BJPയുടെ 1 വാർഡും പിടിച്ചെടുത്താണ് LDFിന്റെ വിജയം. പത്തനംതിട്ട ജില്ലയിലെ 3 പഞ്ചായത്ത് വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2 LDF വിജയിച്ചു. 1 വാർഡ് UDFിൽ നിന്നാണ് പിടിച്ചെടുത്തത്. റാന്നി അങ്ങാടി പഞ്ചായത്തിലെ 5-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചതോടെ നറുക്കെടുപ്പിലൂടെ ഭരിച്ച പഞ്ചായത്തിൽ LDFന് കേവല ഭൂരിപക്ഷമായി. ആലപ്പുഴ ജില്ലയിൽ ഭരണിക്കാവ് ബ്ലോക്കിലെ മണക്കാട് ഡിവിഷൻ LDF നേടിയപ്പോൾ മണ്ണഞ്ചേരിയിലെ പെരുന്തുരുത്തിൽ കോൺഗ്രസ് വിജയിച്ചു. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ നഗരസഭയിലെ 35-ാം വാർഡ് BJP നിലനിർത്തി. ഇടുക്കി ജില്ലയിലെ 3 വാർഡുകളിൽ 2 LDF വിജയിച്ചു. എറണാകുളം ജില്ലയിലെ കുന്നത്താട് പഞ്ചായത്തിലെ 11-ാം വാർഡ് UDFിൽ നിന്നും LDF പിടിച്ചെടുത്തു. തൃപ്പൂണിത്തുറ നഗരസഭയിലെ 11-ാം ഡിവിഷനിലെ BJP സ്ഥാനാർത്ഥി വള്ളി രവിയുടെ വിജയം വിവാദമായി. CPIM നേതാവായിരുന്ന KT സൈഗാളിന്റെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPIMന് വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് 2020-ൽ ലഭിച്ച 74 വോട്ടുകൾ BJPയിലേക്ക് മറഞ്ഞു. ഇതോടെ 38 വോട്ടുകൾക്ക് BJP വിജയിച്ചു. 46-ാം ഡിവിഷനിൽ LDFിന്റെ സിറ്റിംഗ് സീറ്റ് BJP വിജയിച്ചു. തൃശൂരിൽ 6 നടന്ന തെരഞ്ഞെടുപ്പിൽ 4 LDF വിജയിച്ചു. പാലക്കാട് ജില്ലയിലെ 2 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2 LDF സ്ഥാനാർത്ഥികൾ ജയിച്ചു. മലപ്പുറം ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 വാർഡുകളിൽ 2 UDFും 1 LDFുമാണ് ജയിച്ചത്.
കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിലെ 14-ാം ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചു. കണ്ണൂർ ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 5 വാർഡുകളിൽ 3ഇടത്ത് LDFും UDFും BJPയും ഓരോ വാർഡ് വീതവും നേടി. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ മുഴപ്പിലങ്ങാട് BJP വോട്ടുകൾ കോൺഗ്രസിന് വിറ്റു. കഴിഞ്ഞ തവണ 141 വോട്ടുകൾ നേടിയ BJPക്ക് ഇവിടെ 36 വോട്ടുകൾ മാത്രമേ നേടാനായുള്ളൂ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ വെച്ച് സിറ്റിംഗ് സീറ്റുകൾ പോലും പലതും നഷ്ടമായത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ഇതാണ് സംസ്ഥാനത്തെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പൂർണ്ണമായ ചിത്രം. നമുക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ചെറിയൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒന്ന് കണ്ടുപോകാം. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് അറിയാം. തെരഞ്ഞെടുപ്പ് ഫലം LDF 24 സീറ്റുകളിലാണ് വിജയം സ്വന്തമാക്കിയത്. അതായത് 42 തദ്ദേശ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 24ഇടത്ത് LDF മിന്നും വിജയം സ്വന്തമാക്കി. UDFന് നേടാൻ കഴിഞ്ഞത് 12 സീറ്റുകൾ മാത്രമാണ്. BJP ആകട്ടെ 6 സീറ്റുകൾ നേടുകയും ചെയ്തു. അതായത് 24 LDFന്, 12 UDFന്, BJPക്ക് 6 സീറ്റുകൾ നേടി. അവർക്ക് കഴിഞ്ഞ തവണയും 6 സീറ്റുകൾ തന്നെ ഉണ്ടായിരുന്നു. ആ 6 സീറ്റുകൾ അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നത് അത് UDF ക്യാമ്പിൽ തന്നെയാണ്. കാരണം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് അവരുടെ കയ്യിലുണ്ടായിരുന്ന 4 സീറ്റുകൾ നഷ്ടപ്പെട്ടുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വലിയ തിരിച്ചടി നേരിടുന്നത്. ഒരുപക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് പ്രാദേശികമായ വികാരങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നൊന്നും പറഞ്ഞ് അത്ര എളുപ്പം ഒഴിയാൻ UDFന് കഴിയില്ല. കാരണം 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് വലിയ തിരിച്ചടി UDFന് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. അന്ന് ഇതൊരു പ്രാദേശിക തെരഞ്ഞെടുപ്പാണ്, പ്രാദേശികമായ വികാരങ്ങൾ മാത്രമാണ് പ്രതിഫലിച്ചത് എന്ന് പറഞ്ഞ് അനായാസം അതിനെ തള്ളിക്കളഞ്ഞതും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയ തുടർച്ച LDFന് ഉണ്ടായതും വലിയൊരു മുന്നറിയിപ്പായിട്ട് UDFന്റെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യം കൂടി നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പം ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെ തള്ളിക്കളയാൻ UDFന് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി 2020ഉം 2022 തമ്മിൽ നമുക്കൊരു താരതമ്യം ചെയ്ത് നോക്കാം. അതായത് 2020 ഈ 42 ഇടത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് LDFനുണ്ടായിരുന്നത് 20 സീറ്റാണ്. ആ 20 സീറ്റ് ഇത്തവണ 24ലേക്ക് വന്നിരിക്കുന്നു. UDFന് അന്നുണ്ടായിരുന്നത് 12 പക്ഷേ ഇത്തവണ അത് UDFന് 2020 ഉണ്ടായിരുന്നത് 16 ഇത്തവണ അത് 12 സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. BJP 6 സീറ്റ് 2020 ഉണ്ടായിരുന്നു, 6 സീറ്റ് ഇപ്പോഴും നിലനിർത്താൻ കഴിഞ്ഞു എന്നൊരു കാര്യം കൂടിയുണ്ട്. പക്ഷേ ഈ 6 സീറ്റ് BJP നിലനിർത്തുമ്പോഴും തൃപ്പൂണിത്തുറയിലടക്കം സംഭവിച്ചത് എന്താണ് എന്ന വലിയ ചോദ്യമുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടി ആ ഫലം ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം. 2020 LDFന് 20 ആയിരുന്നു, 2022 വരുമ്പോൾ 24 LDF ലീഡ് ഉയർത്തുന്നു, സീറ്റ് നില ഉയർത്തുന്നു. മറുവശത്ത് UDF ആകട്ടെ 16 സീറ്റ് ഉണ്ടായിരുന്നു, ഇത്തവണ 12 സീറ്റായിട്ട് അവരുടെ സീറ്റുകളുടെ എണ്ണം കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് തിരിച്ചടി നേരിട്ടിരിക്കുന്നു UDFന് എന്നത് വളരെ വ്യക്തമായിട്ട് ഈ കണക്കുകൾ നമ്മളോട് പറയുന്നു. BJP 6 സീറ്റുകൾ ഉണ്ടായിരുന്നു, അവർക്ക് 6 സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ തൃപ്പൂണിത്തുറയിലെ അടക്കം വലിയ ചോദ്യങ്ങൾ BJPക്കും UDFനും മുൻപിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് പോകും മുമ്പ് എന്താണ് തൃപ്പൂണിത്തുറയിലടക്കം സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. മധ്യകേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കോൺഗ്രസ് BJP വോട്ട് കച്ചവടം വ്യക്തമാവുകയാണ്. തൃപ്പൂണിത്തുറ നഗരസഭയിൽ 2 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF വോട്ടുകൾ BJP സ്ഥാനാർത്ഥിക്ക് മറിച്ചു നൽകിയതോടെ സിറ്റിംഗ് സീറ്റുകൾ LDFന് നഷ്ടമായി. അതേസമയം 2020 സ്വാധീനമുള്ള കുന്നത്തുനാട് പഞ്ചായത്തിലെ വെമ്പിള്ളിയിൽ UDFന്റെ സിറ്റിംഗ് സീറ്റ് LDF പിടിച്ചെടുക്കുകയും ചെയ്തു. ശ്രദ്ധേയമായ പോരാട്ടം നടന്ന തൃപ്പൂണിത്തുറ നഗരസഭയിലെ ഇളമനത്തോപ്പ് പിഷാരികോവിൽ വാർഡുകളിൽ NDA സ്ഥാനാർത്ഥികൾ വിജയിച്ചു. LDFന്റെ സിറ്റിംഗ് സീറ്റുകളാണ് UDFുമായുള്ള വോട്ട് കച്ചവടത്തിലൂടെ BJP പിടിച്ചെടുത്തത്. ഇളമനത്തോപ്പ് ഡിവിഷനിൽ പോൾ ചെയ്ത 758 വോട്ടിൽ വെറും 70 വോട്ട് മാത്രമാണ് UDFന് ലഭിച്ചത്. 2020 144 വോട്ട് UDFന് ലഭിച്ചിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 4 വോട്ട് പോലും UDF സ്ഥാനാർത്ഥിക്ക് ഇത്തവണ ലഭിച്ചില്ല. കൃത്യമായി വോട്ട് കച്ചവടം വ്യക്തമാക്കുന്നതാണ് കണക്കുകളെന്ന് CPIM തൃപ്പൂണിത്തുറ ഏരിയ സെക്രട്ടറി P. വാസുദേവൻ. UDFന് കൈപ്പത്തി ചിഹ്നത്തിൽ 70 വോട്ടാണ് തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഒരു വാർഡിൽ ലഭിച്ചിട്ടുള്ളത്. ഇത് മറ്റ് ഏത് കണക്കും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ. BJPയെ സഹായിക്കുക, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ നഗരസഭയുടെ മേഖലയിലെല്ലാം BJP വലിയ തോതിൽ കോൺഗ്രസിനെ സഹായിച്ചാണ്, ബാബുവിനെ സഹായിച്ചാണ്. അതിൻ്റെ തിരിച്ചുള്ള സഹായം ബാബു അങ്ങ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം 2020 സ്വാധീനമുള്ള കുന്നത്തുനാട് പഞ്ചായത്തിലെ വെമ്പിള്ളിയിൽ UDFന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് LDF തിളക്കമാർന്ന ജയം നേടി. LDF സ്ഥാനാർത്ഥി NO ബാബുവാണ് 139 വോട്ടുകൾക്ക് അട്ടിമറി ജയം നേടിയത്.
കൊച്ചി കോർപ്പറേഷനിലെ എറണാകുളം സൗത്ത് ഡിവിഷനിൽ NDA സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയപ്പോൾ വാരപ്പെട്ടി പഞ്ചായത്തിലെ മൈലൂർ 6-ാം വാർഡിലും നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ അത്താണി 17-ാം വാർഡിലും സിറ്റിംഗ് സീറ്റിൽ വിജയിച്ച് UDF ഭരണം നിലനിർത്തി. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിലെ ആനന്ദപുരത്തും തൃക്കൂർ ആലങ്ങാട് 9-ാം വാർഡിലും മുരിയാട് പഞ്ചായത്തിലെ 13-ാം വാർഡിലും LDF വിജയിച്ചു. ഇടുക്കി ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ 30 വർഷമായി UDF ഭരിച്ചിരുന്ന വെള്ളാന്താനം വാർഡിൽ LDF അട്ടിമറി ജയം നേടി. ജിൻസി സാജനാണ് 231 വോട്ടുകൾക്ക് വിജയിച്ചത്. അയ്യപ്പൻകോവിൽ ചെമ്പളം വാർഡിൽ LDF സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയപ്പോൾ ഇടമലക്കുടി പഞ്ചായത്തിലെ 11-ാം വാർഡ് BJPയും നിലനിർത്തി. കൈരളി ന്യൂസ്, കൊച്ചി. ഇനി നമുക്ക് എന്താണ് തൃപ്പൂണിത്തുറയിൽ സംഭവിച്ചതെന്ന് നോക്കണം. കാരണം ഇത്ര വലിയ വിജയം നേടുമ്പോഴും തൃപ്പൂണിത്തുറയിൽ 2 സീറ്റുകൾ പോയപ്പോൾ അവിടെ നഗരസഭാ ഭരണം LDFന് നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലൊക്കെയാണ് രാഷ്ട്രീയ ഫലം വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് യഥാർത്ഥത്തിൽ തൃപ്പൂണിത്തുറയിൽ സംഭവിച്ചത് എന്ന്. 2 വാർഡുകളിലേക്കാണ് തൃപ്പൂണിത്തുറയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്, ഇളമരത്തോടും ഒപ്പം തന്നെ പിഷാരകോവിൽ ഡിവിഷനിലേക്കും. ഈ 2 വാർഡുകളിലെ കാര്യങ്ങൾ നോക്കാം. അതായത് 2020-ലും 2022-ലും അവിടുത്തെ വോട്ടിംഗ് സ്ഥിതി നമുക്കൊന്ന് നോക്കാം. 2020-ൽ LDFന് ലഭിച്ചത് 281 വോട്ടായിരുന്നു. അത് 2022-ലേക്ക് വരുമ്പോൾ 325 വോട്ടുകളായി വർദ്ധിപ്പിക്കാൻ LDFന് കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വലിയ യാഥാർത്ഥ്യം നമ്മുടെ മുൻപിലേക്ക് വരുന്നുണ്ട്. നമുക്ക് 2020-ൽ UDFന് എത്ര വോട്ട് കിട്ടിയെന്ന് നോക്കാം. UDFന് 2020-ൽ കിട്ടിയത് 144 വോട്ടായിരുന്നു. പക്ഷേ ഈ 2022-ലേക്ക് 2 വർഷത്തിന്റെ വ്യത്യാസം വരുമ്പോൾ നോക്കൂ, UDFന്റെ വോട്ട് വെറും 70 വോട്ടായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ബാക്കി 74 വോട്ട് എവിടെ പോയി എന്ന വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് തൃപ്പൂണിത്തുറയിൽ എങ്ങനെ LDFന് പരാജയം സംഭവിച്ചു ഈ 2 സിറ്റിംഗ് വാർഡുകളിൽ എന്നതാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം നൽകും. BJPയുടെ വോട്ട് നോക്കാം. 265 ആയിരുന്നു, പക്ഷേ അത് 363 വർദ്ധിച്ചിരിക്കുന്നു. UDFന്റെ കുറഞ്ഞ വോട്ട് BJPക്ക് ഇവിടെ കൂടിയിരിക്കുന്നു എന്നൊരു വലിയ യാഥാർത്ഥ്യം നമ്മുടെ മുൻപിലുണ്ട്. ഈ യാഥാർത്ഥ്യമാണ് തൃപ്പൂണിത്തുറയിലെ LDFന്റെ 2 സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടാനുണ്ടായ കാരണത്തിന്റെ ഉത്തരം. അതായത് 2020-ൽ നേടിയ വോട്ടുകൾ നിലനിർത്താൻ, അതിന്റെ പകുതി പോലും നിലനിർത്താൻ UDFന് കോൺഗ്രസിന് കഴിയുന്നില്ല എന്നൊരു വലിയ യാഥാർത്ഥ്യം അവിടെ തുറച്ചു നോക്കുകയാണ്. അതുതന്നെയാണ് അവിടുത്തെ വോട്ട് കച്ചവടത്തിന്റെ ആരോപണങ്ങളായി CPIM-ഉം LDF-ഉം മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ ഇത് പറഞ്ഞു പോകുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി മെല്ലെ ഒന്ന് തിരിഞ്ഞു നോക്കണം. അന്ന് K. ബാബു പറഞ്ഞൊരു കാര്യമുണ്ട്, BJPക്കാരടക്കം എനിക്ക് വോട്ട് ചെയ്യും, എന്നോട് പലരും സംസാരിച്ചിരുന്നു എന്ന് K. ബാബു അന്ന് തുറന്നു പറഞ്ഞത് വലിയ വിവാദമായിരുന്നു, ചർച്ചയായിരുന്നു, വാർത്തയായിരുന്നു. അതിന്റെ ഫലമായിരുന്നു M. സ്വരാജിന്റെ 1000-ൽ താഴെയുള്ള വോട്ടുകൾക്കുള്ള തോൽവി. ഒരുപക്ഷെ ഇന്നിപ്പോൾ LDF പറയുന്നത് പോലെ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ K. ബാബുവിനെ സഹായിച്ചു. ഇപ്പോൾ ഇതാ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തിരിച്ചുള്ള സഹായം ലഭിച്ചിരിക്കുന്നു എന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. ആ വോട്ട് കച്ചവടത്തിന്റെ കഥകളാണ് തൃപ്പൂണിത്തുറയിൽ നിന്നും കേൾക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, തൃക്കാക്കര മണ്ഡലത്തിനോട് തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലം കൂടിയാണ് തൃപ്പൂണിത്തുറ നഗരസഭയൊക്കെ. അവിടെയാണ് ഈ വലിയ ആരോപണങ്ങളും ഈ അണിയറ കഥകളൊക്കെ പുറത്തേക്ക് വരുന്നത് എന്നതുകൂടി നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടതാണ്. ഇനി തൃപ്പൂണിത്തുറയിൽ തീരുന്നില്ല ഈ കഥകൾ. ഇനി നമ്മൾ നേരെ തൃപ്പൂണിത്തുറയിൽ നിന്ന് പോകുന്നത് കണ്ണൂർ മുഴുപ്പിലങ്ങാടേക്കാണ്. ഈ മുഴുപ്പിലങ്ങാട് പഞ്ചായത്തിൽ LDFനെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാൻ കോലീബി സഖ്യം നടത്തിയ ശ്രമം പരാജയപ്പെട്ടു. 6-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP വോട്ടുകൾ UDFന് മറിച്ചു നൽകിയെങ്കിലും അവിശുദ്ധ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തി LDF സ്ഥാനാർത്ഥി വിജയിച്ചു. 2020-ൽ ലഭിച്ചതിനേക്കാൾ 99 വോട്ടുകൾ BJPക്ക് ഇത്തവണ കുറഞ്ഞു. എന്താണ് മുഴുപ്പിലങ്ങാട് സംഭവിച്ചെന്ന് നോക്കിയിട്ട് നമുക്ക് തിരികെ വരാം. ഒരു സീറ്റിന്റെ ഭൂരിപക്ഷം മാത്രമുണ്ടായിരുന്ന LDFനെ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി ഭരണത്തിൽ നിന്ന് താഴെയിറക്കാനായിരുന്നു കോലീബി സഖ്യത്തിന്റെ ശ്രമം. പേരിന് മാത്രം സ്ഥാനാർത്ഥിയെ നിർത്തി വോട്ടുകൾ BJP UDFന് മറിച്ചു നൽകി. 2020-ൽ BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 141 വോട്ടുകൾ. ഇത്തവണ അത് 36 വോട്ടുകളായി കുറഞ്ഞു. UDFന് 295-ൽ നിന്നും 420 ഉയർന്നു. BJP വോട്ടുകൾ വിലക്ക് വാങ്ങിയെങ്കിലും UDFന് വിജയിക്കാനായില്ല. 37 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥി K. രമണി വിജയിച്ചു. കണ്ണൂർ ജില്ലയിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന കുറുമാത്തൂർ പഞ്ചായത്തിലെ പുല്ലാനിയോട് വാർഡിലും പയ്യന്നൂർ നഗരസഭയിലെ മുതിയലം ഡിവിഷനിലും BJP വോട്ടുകൾ UDFന് മറിച്ചു നൽകി. കണ്ണൂർ കോർപ്പറേഷനിലെ കക്കാട് ഡിവിഷനിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 100 വോട്ട് നേടിയ SDPI ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. UDF സ്ഥാനാർത്ഥിയെ സഹായിക്കാനായിരുന്നു ഈ നീക്കം. കണ്ണൂർ ജില്ലയിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന 5ഇടത്തും മുന്നണികൾ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തിയെങ്കിലും വോട്ട് കണക്കിൽ LDFന് വൻ മുന്നേറ്റമാണ് ഉണ്ടായത്. കൈരളി ന്യൂസ്, കണ്ണൂർ.
ഇതാണ് മുഴുപ്പിലങ്ങാട് സംഭവിച്ചത്. കണ്ണൂരിൽ അത് CPIM-ന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു മുഴുപ്പിലങ്ങാട് പഞ്ചായത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടന്ന വാർഡ്. അവിടെ ഇത്തവണ CPIM-ന് സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞു. പക്ഷേ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തതിനേക്കാൾ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ BJP-യുടെ 99 വോട്ട് ഇത്തവണ കുറഞ്ഞിരിക്കുകയാണ്. അതിനനുസരിച്ച് മറുവശത്ത് UDF-ന് വോട്ട് കൂടുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇതാണ് അവിടെയും ഇത്തരത്തിൽ സഖ്യമുണ്ടായി, കച്ചവടമുണ്ടായി എന്ന ആരോപണം LDF-ന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. ഇതൊക്കെയാണ് ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഈ ഇന്ന് നടന്ന തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. ഏതായാലും 9 വാർഡുകൾ ഇവിടെ LDF പിടിച്ചെടുക്കുകയുണ്ടായി. ഈ ഉപതെരഞ്ഞെടുപ്പിൽ 9 വാർഡുകൾ, 7 വാർഡുകൾ UDF-ന്റെ കയ്യിൽ നിന്നും ഒപ്പം തന്നെ 2 വാർഡുകൾ BJP-യുടെ കയ്യിൽ നിന്നും LDF പിടിച്ചെടുക്കുകയുണ്ടായി. വിവിധ ഭാഗങ്ങളിൽ നമുക്ക് നോക്കാം. തൃശ്ശൂർ ജില്ലയിലെ ആലയങ്ങാട് പഞ്ചായത്തുണ്ട്, ഒപ്പം തന്നെ എറണാകുളം ജില്ലയിലെ വെമ്പിള്ളി പഞ്ചായത്തിലെ വെമ്പിള്ളി വാർഡ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ വെമ്പിള്ളി എന്ന് പറയുന്നത് 2020-ക്കും ആപ്പിനുമൊക്കെ വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. അരവിന്ദ് കെജ്രിവാൾ അടക്കം ഇവിടെ വന്ന് വലിയ സഖ്യ പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തിയിട്ടും അവിടെ LDF-ന് വിജയിച്ചു കയറാൻ കഴിഞ്ഞുവെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ തവണ അവിടെ LDF സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തായിരുന്നു എന്നതുകൂടി നമ്മൾ കണക്കിലെടുക്കണം. ആ 3-ാം സ്ഥാനത്ത് നിന്നാണ് ഇത്തവണ വെമ്പിള്ളി വാർഡ് UDF-ന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചുകൊണ്ട് LDF അവിടെ വലിയ മുന്നേറ്റം കാഴ്ചവച്ചിരിക്കുന്നത്. ഇനി പരുത്തിക്കാട് വാർഡിലേക്ക് വരാം. മലപ്പുറത്താണ് പരുത്തിക്കാട് എന്ന് പറയുന്നത്. അവിടെയും അത് UDF-ന്റെ കയ്യിൽ നിന്ന്, ആ വാർഡ് മലപ്പുറം ജില്ലയിൽ UDF-ന്റെ കയ്യിൽ നിന്ന് LDF തിരിച്ചു പിടിക്കുന്ന സാഹചര്യം. ഈട്ടിച്ചുവട് വാർഡ് അത് റാന്നിയിലാണ്. റാന്നിയിൽ ഈട്ടിച്ചുവട് വാർഡും UDF-ന്റെ കയ്യിൽ നിന്ന് LDF തിരിച്ചു പിടിക്കുകയുണ്ടായി. വെള്ളംദാനം 30 വർഷമായി UDF ഭരിക്കുന്ന വാർഡാണ് വെള്ളംദാനം എന്ന് പറയുന്നത്. ഇടുക്കി ജില്ലയിലുള്ള വാർഡാണ്. ആ 30 വർഷത്തെ UDF-ന്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് വെള്ളംദാനം വാർഡ് LDF തിരിച്ചു പിടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാഴ്ച കൂടി നമുക്ക് ഇന്നത്തെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റൊന്ന് സംഗമം വാർഡാണ്. കൊല്ലം ജില്ലയിൽ ശൂരനാടുള്ളതാണ്, വടക്കൻ ശൂരനാടിനുള്ളതാണ് സംഗമം വാർഡ്. ആ സംഗമം വാർഡും LDF UDF-ൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം. മറ്റൊന്ന് നാന്തിരിക്കൽ വാർഡ്, മറ്റൊന്ന് പിടിച്ചെടുത്ത വാർഡ് കൂടിയാണ്. UDF-ൽ നിന്ന് LDF പിടിച്ചെടുത്ത നാന്തിരിക്കൽ വാർഡ്. ഇനി BJP-യിൽ നിന്ന് പിടിച്ചെടുത്ത കൂടല്ലൂരും ഒപ്പം തന്നെ കഴുതുരുട്ടിയും. കൂടല്ലൂർ എന്ന് പറയുന്നത് പാലക്കാട് പല്ലശ്ശന പഞ്ചായത്തിലെ ഒരു വാർഡാണ്. അവിടെ BJP-ക്ക് ആധിപത്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അവിടെ ആ വാർഡ് LDF പിടിച്ചെടുത്തിരിക്കുന്നു എന്നത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം ഒരു BJP-യുടെ വാർഡ് അവർക്ക് ആധിപത്യമുള്ള ഒരു മേഖലയിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നു. മറ്റൊന്ന് കഴുതുരുട്ടി എന്ന് പറയുന്ന സ്ഥലം ആര്യങ്കാവ് പഞ്ചായത്തിലാണ്, കൊല്ലം ജില്ലയിൽ. അവിടുത്തെ വാർഡും BJP-യിൽ നിന്ന് LDF തിരിച്ചു പിടിച്ചിരിക്കുന്നു. അങ്ങനെ 9 വാർഡുകൾ ഈ അട്ടിമറി ജയം നേടാൻ LDF-ന് കഴിഞ്ഞിരിക്കുന്നു എന്നത് ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ LDF പ്രവർത്തകർക്കും LDF മുന്നണിക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. ഇതിൽ 7 വാർഡുകൾ UDF-ന്റെ പക്കൽ ഉണ്ടായിരുന്നതാണ്, 2 വാർഡുകൾ BJP-യുടെ പക്കൽ നിന്നും പിടിച്ചെടുക്കാനും കഴിഞ്ഞിരിക്കുന്നു എന്ന വലിയ രാഷ്ട്രീയ സന്ദേശം നൽകിക്കൊണ്ടാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നമ്മുടെ മുൻപിലേക്ക് വരികയുണ്ടായി. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന പിന്തുണയ്ക്ക് തെളിവാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. LDF-ന് കൂടുതൽ സീറ്റ് നൽകിയത് മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ പിന്തുണയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാറ്റം നാട്ടിൽ ജനങ്ങളിൽ എല്ലാ തലങ്ങളിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിലുള്ള ഫലമടക്കം കാണിക്കുന്നത്. LDF നേരത്തെ ഉള്ള അത്ര സീറ്റ് പോരാ, കുറച്ച് സീറ്റ് കൂടി നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ എന്നാണ് ജനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ അത്ര സീറ്റ് വേണ്ട എന്ന് ഈ എല്ലാ വികസനത്തെയും എതിർക്കുന്നവരോട് ജനങ്ങൾ പറയുകയും ചെയ്തിരിക്കുന്നു. ഇതൊക്കെ കേരളത്തിൻ്റെ നല്ല ചില സൂചകങ്ങളാണ്. അത് നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താനാവണം. നാടിൻ്റെ വികസനം ഉറപ്പുവരുത്തുക എന്നതിനാണ് ഗവൺമെൻറ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത്. നാടിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരുടെ ക്ഷേമമടക്കം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള വികസനമാണ്. ഇടതുമുന്നണിക്ക് നായകനായ മുഖ്യമന്ത്രി പിണറായി വിജയന് വലിയ ആത്മവിശ്വാസം നൽകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏതായാലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം LDF-ന്റെ ജനകീയ അടിത്തറ കൂടുതൽ വിപുലപ്പെട്ടു എന്നതിന്റെ തെളിവാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. കേരളത്തിൽ മഴവിൽ സഖ്യമുണ്ടാക്കി സംസ്ഥാനത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്താനുള്ള UDF BJP നീക്കത്തിനെതിരായുള്ള ജനവിധിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും ഈ മുന്നേറ്റം ആവർത്തിക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി.
നമുക്ക് ജില്ലകൾ തിരിച്ച് വളരെ വേഗത്തിലൊന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒന്ന് നോക്കി പോകാം. കൊല്ലം ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് 6 വാർഡുകളിലാണ്. ഇവിടെ 5 സീറ്റും LDF നേടി ഇടതാധിപത്യം ഉറപ്പിക്കുകയായിരുന്നു. UDF-ന്റെ 2ഉം BJP-യിൽ നിന്ന് 1 വാർഡും പിടിച്ചെടുത്തു. വെളുന്നല്ലൂർ പഞ്ചായത്ത് ഭരണം LDF-ന് നഷ്ടമായെങ്കിലും ശൂരനാട് ആര്യങ്കാവ് പഞ്ചായത്ത് ഭരണം ലഭിക്കാനുള്ള സാധ്യതയും നിലനിർത്തിക്കൊണ്ടാണ് കൊല്ലത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലം LDF-ന് മുൻപിലേക്ക് വലിയ പ്രതീക്ഷകൾ വയ്ക്കുന്നത്. പത്തനംതിട്ടയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം നോക്കുകയാണെങ്കിൽ 3-ൽ 2 വാർഡുകളും നേടിയാണ് LDF-ന്റെ വിജയ തുടർച്ച അവിടെ ഉണ്ടായത്. ഫലം നിർണായകമായി നിലനിന്ന വാർഡുകളിൽ ശക്തമായ മത്സരത്തിലൂടെയായിരുന്നു LDF ഭരണം നിലനിർത്തിയത്. പ്രത്യേകിച്ചും ഈട്ടിച്ചുവട് പോലുള്ള സ്ഥലങ്ങളൊക്കെ UDF-ൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാനും അവിടെ LDF-ന് പത്തനംതിട്ടയിൽ കഴിഞ്ഞിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തുടർച്ചയായിട്ട് തന്നെ അവിടെ ഇടതു തരംഗം മുന്നോട്ട് പോകുന്നു എന്നാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് ആകെ നമ്മോട് പറയുന്നത്. വിശദമായ വാർത്തകളിലേക്കും മറ്റ് സമഗ്ര വിവരങ്ങളിലേക്കും തിരികെ വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന്. രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതിയായിരുന്ന പേരറിവാളനെ മോചിപ്പിച്ചിരിക്കുന്നു. സുപ്രീം കോടതിയാണ് മോചിപ്പിച്ചത്. ഭരണഘടനയുടെ അനുച്ഛേദം 142 പ്രകാരമുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് മോചനം. 31 വർഷം നീണ്ട കാരാഗ്രഹവാസത്തിന് ശേഷമാണ് പേരറിവാളൻ ഇനി സ്വാതന്ത്ര്യത്തിൻ്റെ പുലരുകളിലേക്ക് നടന്നു വരുന്നത്. ഒരുപക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഒരു സുപ്രധാന ദിവസമാണ്, തിളക്കമുള്ള ദിവസമാണ് ഇന്ന്. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങൾ കണ്ടതിന് ശേഷം തിരികെ വരാം. ഭരണഘടനയുടെ 142 അനുച്ഛേദപ്രകാരമുള്ള സവിശേഷാധികാരം ഉപയോഗിച്ചാണ് സുപ്രീം കോടതി വിധി. സമ്പൂർണ്ണ നീതി നടപ്പാക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് മോചന ഉത്തരവെന്ന് വ്യക്തമാക്കിയ കോടതി തമിഴ്നാട് ഗവർണറെ വിമർശിച്ചു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും തമിഴ്നാട് സർക്കാരിന്റെ ശുപാർശയിൽ ഗവർണർ തീരുമാനമെടുക്കാത്തതിൽ സുപ്രീം കോടതി അതൃപ്തി അറിയിച്ചിരുന്നു. മോചന വിഷയത്തിൽ അനുച്ഛേദം 161 പ്രകാരം തീരുമാനമെടുക്കുന്നതിൽ ഗവർണർ കാലതാമസം വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഗവർണർ വരുത്തിയ കാലതാമസം ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമെന്നും വ്യക്തമാക്കി. പേരറിവാളിനെ മോചിപ്പിക്കണമെന്ന മന്ത്രിസഭാ ശുപാർശ രാഷ്ട്രപതിക്ക് അയച്ച തമിഴ്നാട് ഗവർണർ നടപടിക്ക് ഭരണഘടനയുടെ പിൻബലമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പേരറിവാളിന്റെയും അമ്മ അർബുദം അമ്മാളിന്റെയും ഹർജി പരിഗണിച്ചാണ് ജസ്റ്റിസ് L. നാഗേശ്വര റാവു അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. ഇതോടെ നളിനി ശ്രീഹരൻ, ശ്രീലങ്കൻ പൗരനായ ഭർത്താവ് മുരുകൻ എന്നിവരുൾപ്പെടെ മറ്റ് 6 പ്രതികളുടെ മോചനത്തിനും വിധി വഴിയൊരുക്കും. 1991 19-ാം വയസ്സിലാണ് പേരറിവാളൻ അറസ്റ്റിലാകുന്നത്. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് വധിക്കാൻ ഗൂഢാലോചന നടത്തിയ ശിവരാസന് സ്ഫോടക വസ്തുവായി 9 വോൾട്ട് ബാറ്ററി നൽകിയെന്നതായിരുന്നു പേരറിവാളിന് മേൽ ചുമത്തിയ കുറ്റം. കൈരളി ന്യൂസ്, ദില്ലി. 31 വർഷം നീണ്ട ജയിൽവാസം ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നിയമ പോരാട്ടങ്ങളിലൊന്നിൻ്റെ അവസാനമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. വൈകിയെത്തുന്ന നീതിയും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നീതി നിഷേധം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ഈ കാലത്ത് ഇതൊരു പ്രതീക്ഷ തന്നെയാണ് പേരറിവാളൻ്റെ ഈ മോചനം. ഈ മോചനത്തെക്കുറിച്ച് പറയുമ്പോൾ പേരറിവാളൻ ജയിലിനകത്ത് അനുഭവിച്ചതിനേക്കാൾ പുറത്തനുഭവിച്ച ഒരമ്മയുണ്ട്, അർപ്പുതമ്മാൾ. 3 പതിറ്റാണ്ട് ആ അമ്മ നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെയും ഒപ്പം തന്നെ സമരജീവിതത്തിൻ്റെയും ഒക്കെ പരിണിത ഫലമാണ് പേരറിവാളൻ്റെ ഈ മോചനം. ജൂൺ 11 പേരറിവാളൻ എന്ന 19-കാരനെ വിവരങ്ങൾ അന്വേഷിച്ചറിയാനെന്ന പേരിൽ CBI അറസ്റ്റ് ചെയ്യുന്നത്. മകൻ ഉടൻ തിരികെ വരുമെന്ന പ്രതീക്ഷയായിരുന്നു അന്ന് ആ കുടുംബത്തിന്. എന്നാൽ ആ മകൻ തിരികെ വീടെത്താൻ 3 പതിറ്റാണ്ട് സമയമെടുത്തു. 9 വോൾട്ടിന്റെ 2 ബാറ്ററി വാങ്ങി എന്നതായിരുന്നു പേരറിവാളന്റെ മേൽ ചാർത്തപ്പെട്ട കുറ്റം. രാജീവ് ഗാന്ധിയുടെ വധത്തിനുപയോഗിച്ച ബെൽറ്റ് ബോംബിൽ ഈ ബാറ്ററിയാണ് ഉപയോഗിച്ചതെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. നാട്ടുകാരറിയുമെന്ന ഭയത്താൽ ഹേബിയസ് കോർപ്പസ് പോലും ആ കുടുംബം ഫയൽ ചെയ്തില്ല. ഒടുവിൽ എല്ലാ പ്രതീക്ഷകളും അറ്റപ്പോൾ അർപ്പുതമമ്മാളെന്ന നിരാലംബയായ അമ്മ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തിനിറങ്ങി. ഒരു കൈയിൽ നിയമവും മറുകൈയിൽ പ്രതീക്ഷയുമായി ജയിൽ മതിൽക്കെട്ടിന് പുറത്തും കോടതി വരാന്തകളിലും പേരുകൾ പോലും നിശ്ചയമില്ലാത്ത ഒരുപാട് സർക്കാർ ഓഫീസുകളിലും നരച്ച ഓയിൽ സാരി ഉടുത്ത ആ സ്ത്രീ നീതിക്ക് വേണ്ടി നിരന്തരം അലഞ്ഞു.
തിരിച്ചടികൾ ഉണ്ടായപ്പോഴും നീതിന്യായ വ്യവസ്ഥയ്ക്ക് മേലുള്ള അമ്മയുടെ വിശ്വാസം കെട്ടുപോയില്ല. പേരറിവാളന്റെ മോചനത്തിനായുള്ള സമരം പതിയെ പതിയെ ജനകീയ പ്രക്ഷോഭമായി. അവരുടെ ജീവിതം കോടതികളിൽ നിന്ന് കോടതികളിലേക്കുള്ള നിരന്തര സമരമായി. മകൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പൂർണ്ണമായി വിശ്വസിച്ച അർപ്പുതമമ്മാൾ തന്റെ മകന്റെ മൊഴിയുടെ പൂർണ്ണഭാഗം CBI കോടതിയിൽ നൽകിയില്ലെന്ന് വിചാരണയുടെ തുടക്കം മുതൽ ആരോപിച്ചു. പേരറിവാളന്റെ മൊഴി താൻ പൂർണ്ണമായി രേഖപ്പെടുത്തിയിരുന്നില്ല എന്ന് മുൻ CBI ഓഫീസർ ത്യാഗരാജൻ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയെങ്കിലും മോചനം നീണ്ടുപോയി. പേരറിവാളൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വിട്ടയക്കണമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ആവശ്യം പ്രസിഡന്റ് തള്ളിയതോടെ മകന് ദയാവധം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അർപ്പുതമമ്മാൾ ഹർജി നൽകി. ഒടുവിൽ ഇക്കഴിഞ്ഞ മാർച്ച് മാസം 9 നീതിയുടെ ആദ്യ കിരണം പേരറിവാളന്റെയും അർപ്പുതമമ്മാളിന്റെയും ജീവിതത്തെ തേടിയെത്തി. അന്നായിരുന്നു സുപ്രീം കോടതി പേരറിവാളന് ജാമ്യം അനുവദിച്ചത്. കേന്ദ്ര സർക്കാർ എതിർത്തെങ്കിലും ജസ്റ്റിസ് നാഗേശ്വര റാവുവിന്റെയും BL ഗവായിയുടെയും ബെഞ്ച് ജാമ്യം നൽകുകയായിരുന്നു. പ്രതീക്ഷകളുടെ മറ്റൊരു യാത്ര അവിടെ തുടങ്ങുകയായിരുന്നു. ഒടുവിലിതാ 31 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം പേരറിവാളൻ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് നടന്നെത്തുകയാണ്. അപ്പോഴും ഒന്ന് ബാക്കി. ഇരുട്ടറയിൽ ഹോമിക്കപ്പെട്ട അയാളുടെ ജീവിതത്തിലെ 31 സുവർണ വർഷങ്ങൾക്ക് ആരുത്തരം പറയുമെന്ന ചോദ്യം. വൈകിയെത്തുന്ന നീതിയും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നീതി നിഷേധമാണ്. എങ്കിലും കെട്ടകാലത്ത് ഇതും ഒരു പ്രതീക്ഷയാണ്. രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥ ചിതലരിച്ചു പോകുന്നില്ല എന്ന വലിയ പ്രതീക്ഷ. അർപ്പുതമമ്മാളിന് ഇനി ശാന്തമായി ഉറങ്ങാം. മകന്റെ ജീവിതത്തിലെ നല്ല നാളുകൾ സ്വപ്നം കണ്ട്. പൊളിറ്റിക്കൽ ഡെസ്ക്, കൈരളി ന്യൂസ്. നമുക്ക് തിരികെ വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തയിലേക്ക് വരുമ്പോൾ ഇന്ന് ലോകത്ത് ഏറ്റവും വിലയില്ലാത്ത സാധനം ഏതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇന്ത്യൻ രൂപ എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ഓരോ ദിവസം ചെല്ലുന്തോറും രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ ദിവസങ്ങളിൽ രൂപയുടെ മൂല്യത്തിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ഇന്നിപ്പോൾ 77.60 രൂപയായിട്ടാണ് ഡോളറുമായിട്ടുള്ള വിനിമയ നിരക്കിൽ രൂപയുടെ മൂല്യം ഇടിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുൻപ്, അതായത് UPA ഭരണത്തിന് കീഴിൽ അന്ന് രൂപയുടെ മൂല്യം ഇടിഞ്ഞപ്പോൾ ഇന്ന് പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അന്ന് പറഞ്ഞത് രൂപയുടെ വലിപ്പം കുറഞ്ഞതുകൊണ്ടല്ല മൂല്യം ഇടിയുന്നത്, മറിച്ച് കേന്ദ്രത്തിൽ ഇരിക്കുന്നവർക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞത് എന്ന് അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. ഇന്ന് ആ പ്രതികരണങ്ങളൊക്കെ ഇന്നത്തെ കേന്ദ്ര നേതൃത്വത്തെ തിരിഞ്ഞുകൊത്തുകയാണ്. തുടർച്ചയായ ദിവസങ്ങളിലാണ് രൂപയുടെ മൂല്യം തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നത്. 2013 ശേഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇന്ത്യൻ രൂപ നേരിടുന്നത്. ഇന്നലെ 77.69 ആയിരുന്ന രൂപയുടെ മൂല്യം ഇന്ന് വീണ്ടും ഇടിഞ്ഞ് 77.60 എത്തി. തുടർച്ചയായ ദിവസങ്ങളിൽ രൂപ റെക്കോർഡ് വേഗത്തിൽ താഴോട്ട് പതിക്കുമ്പോൾ രാജ്യത്ത് വിലക്കയറ്റം അതിരൂക്ഷമാവുകയാണ്. കോവിഡ് മഹാമാരിക്ക് ശേഷം രാജ്യത്ത് അതിദാരിദ്ര്യം പിടിമുറുക്കുമ്പോൾ രൂപയുടെ മൂല്യം കുത്തനെയിടിയുന്നത് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കേന്ദ്ര സർക്കാർ പിന്തുടരുന്ന സ്വകാര്യവൽക്കരണവും അടിക്കടി ഉയർത്തുന്ന ഇന്ധന പാചകവാതക വിലയുമെല്ലാം രൂപയുടെ മൂല്യത്തകർച്ചയ്ക്ക് പ്രധാന കാരണമാവുകയാണ്. ചില്ലറ വിൽപ്പന മേഖലയടക്കം സ്വകാര്യ വിദേശ കുത്തകകൾക്ക് തീരെഴുതുന്നതും രൂപയുടെ മൂല്യത്തകർച്ചയ്ക്ക് പ്രധാന കാരണമാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഓഹരി വിപണിയിൽ നിന്ന് പിൻവാങ്ങിയതും രൂപയുടെ മൂല്യത്തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു. അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്ത സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളാണ് ദയനീയ തകർച്ച രൂപയ്ക്കുണ്ടാക്കിയത് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥകൾ നേരിടുന്ന മാന്ദ്യഭീതിയും US ഫെഡറൽ റിസർവ് വീണ്ടും നിരക്ക് വർദ്ധിപ്പിച്ചേക്കുമെന്ന സൂചനയുമൊക്കെ ഏഷ്യയിലെ കറൻസികൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്. രൂപയുടെ മൂല്യം അനുദിനം തകർച്ചയെ നേരിടുമ്പോഴും കേന്ദ്ര സർക്കാർ മൗനം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. കോൺഗ്രസിന്റെ ചിന്തൻ ശിബിരം കഴിഞ്ഞ ദിവസമാണ് സമാപിച്ചത്. കോൺഗ്രസിന്റെ മുന്നോട്ട് പോക്കിനെ ശക്തിപ്പെടുത്താൻ ഒരുപാട് നിർദ്ദേശങ്ങളും വലിയ ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടാണ് ചിന്തൻ ശിബിരം പൂർത്തിയായത്. ഏതായാലും ചിന്തൻ ശിബിരത്തിന്റെ പ്രതിഫലനങ്ങൾ കോൺഗ്രസിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഹാർദിക് പട്ടേൽ കോൺഗ്രസ് വിട്ടു. പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ചിന്തൻ ശിബിരത്തിന് പിന്നാലെയാണ് രാജി പ്രഖ്യാപനം. കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഹാർദിക് പട്ടേലിന്റെ രാജി. കാരണം ഗുജറാത്തിലെ പ്രധാനപ്പെട്ട നേതാവാണ്, അവിടുത്തെ PCC വൈസ് പ്രസിഡന്റാണ്, MLA ആണ്, അങ്ങനെ ഒരുപാട് വലിയ പദവിയിലിരിക്കുന്ന നേതാവ് കൂടിയാണ്. ഹാർദിക് പട്ടേൽ BJPയിലേക്ക് പോകുമെന്നാണ് പതിവ് പോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സൂചനകൾ. പട്ടേൽ മാത്രമല്ല, രാജസ്ഥാനിലും കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. MLA ആയ ഗണേഷ് ഖോഗ്രയും അവിടെ രാജിവച്ചിരിക്കുകയാണ്. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകിയുള്ള ഹാർദിക് പട്ടേലിന്റെ രാജി പ്രഖ്യാപനം. തീരുമാനത്തെ സഹപ്രവർത്തകരും ഗുജറാത്തിലെ ജനങ്ങളും സ്വാഗതം ചെയ്യുമെന്ന ഉറപ്പുണ്ടെന്നും ഈ ചുവടുവയ്പിലൂടെ ഗുജറാത്തിനു വേണ്ടി ശരിക്കും ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുവെന്നും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് നൽകിയ രാജിക്കത്ത് ട്വിറ്ററിൽ പങ്കുവച്ച ഹാർദിക് പട്ടേൽ പ്രതികരിച്ചു.
2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് ഹാർദിക് കോൺഗ്രസിൽ ചേർന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി കോൺഗ്രസ് നേതൃത്വവുമായുള്ള അസ്വാരസ്യങ്ങൾ ശക്തമായിരുന്നു. പാർട്ടി വിടരുതെന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും ഇനിയും കോൺഗ്രസിൽ തുടരാൻ കഴിയില്ലെന്നാണ് ഹാർദിക് പട്ടേലിന്റെ നിലപാട്. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ജയ്പൂരിൽ നടത്തിയ ചിന്തൻ ശിബിറിന് പിന്നാലെയുള്ള ഹാർദിക്കിന്റെ രാജിപ്രഖ്യാപനം കോൺഗ്രസിനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതേസമയം ഹാർദിക് പട്ടേൽ BJPയിൽ ചേരുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച മുതിർന്ന BJP നേതാക്കളുമായി ഹാർദിക് ആശയവിനിമയം നടത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ നടത്തിയ ചിന്തൻ ശിബിറിന് പിന്നാലെയുള്ള ഹാർദിക് പട്ടേലിന്റെ രാജി ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ്. ഈ രാജിപ്രഖ്യാപനം കോൺഗ്രസിന് വൻ തിരിച്ചടിയാണ്. ദില്ലിയിൽ നിന്നും വിഷ്ണു തലവൂർ. PKSന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് നടക്കുകയായിരുന്നു. സംസ്ഥാന സമ്മേളനത്തിന് സമാപനമായിരിക്കുകയാണ്. സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനം മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. സ്വകാര്യ മേഖലയിലെ തൊഴിൽ സംവരണം എന്നത് കാലാനുസൃതമായ ആവശ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രാജ്യം കടുത്ത ജാതി വിവേചനത്തിന്റെ നടുവിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. PKSന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പുത്തരിക്കണ്ടം മൈതാനത്ത് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സ്വകാര്യ മേഖലയിലെ തൊഴിൽ സംവരണം എന്നത് കാലാനുസൃതമായ ആവശ്യമാണ്. ഇപ്പോൾ പൊതുമേഖലകൾ സ്വകാര്യവൽക്കരിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് വലിയ തോതിലുള്ള സംവരണത്തിലെ ഇടിവായിരിക്കും. അത് നല്ലൊരു കാര്യമല്ല. ഇപ്പോൾ നിങ്ങളുടെ സമ്മേളനം സ്വകാര്യ മേഖലയിൽ സംവരണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിന് കാലാനുസൃതമായ ഒരു ആവശ്യമാണ് എന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. രാജ്യം കടുത്ത ജാതി വിവേചനത്തിന്റെ നടുവിലാണെന്നും എന്നാൽ കേരളത്തിൽ ഇത്തരം വിവേചനങ്ങൾ പരിഹരിക്കാനായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒട്ടേറെ ഘടകങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. നമ്മുടെ രാജ്യം കടുത്ത ജാതി വിവേചനത്തിൻ്റെയും അതിൻ്റെ ഭാഗമായുള്ള പ്രത്യേകമായ പ്രശ്നങ്ങളുടെയും നടുവിലാണ്. എന്നാൽ കേരളത്തിനകത്ത് നല്ല തോതിൽ നമുക്ക് ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ പരിഹരിക്കാനായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. PKSന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പുത്തരിക്കണ്ടം മൈതാനത്ത് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. PKSന്റെ സംസ്ഥാന പ്രസിഡന്റായി വണ്ടിത്തടം മധുവിനെയും സെക്രട്ടറിയായി K സോമപ്രസാദിനെയും സമ്മേളനം തിരഞ്ഞെടുത്തു. VR ശാലിനിയാണ് ട്രഷറർ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞു നിന്നൊരു പ്രധാനപ്പെട്ട സംഭവമാണ് കോഴിക്കോട് കുളിമാട് പാലത്തിലുണ്ടായ ആ പ്രശ്നം, അവിടുത്തെ ബീമുകൾ തകർന്ന പ്രശ്നം. എന്താണ് സംഭവിച്ചതെന്ന് ഊരാളുങ്കൽ അന്ന് തന്നെ കരാറുകാരായ ഊരാളുങ്കൽ വ്യക്തമാക്കിയതാണ്. ഹൈഡ്രോളിക് ജാക്കിക്കുണ്ടായ പ്രശ്നമാണ്, അല്ലാതെ പാലം പണിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല അവിടെ ഉണ്ടായ വിഷയത്തിന് കാരണമെന്ന് ഇന്ന് കിഫ്ബിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ വിശദീകരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. കുളിമാട് പാലത്തിന്റെ അപകട കാരണം യന്ത്ര തകരാറെന്ന് കിഫ്ബി വ്യക്തമാക്കിയിരിക്കുന്നു. ഹൈഡ്രോളിക് ജാക്കികളുടെ യന്ത്ര തകരാറാണ് അപകടത്തിന് കാരണം. ഗർഡറുകൾ തൃപ്തികരമാം വിധം ഉറപ്പുള്ളതാണെന്നും കിഫ്ബിയുടെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൂളിമാട് കടവ് പാലത്തിന്റെ 3 ബീമുകൾ കഴിഞ്ഞ ദിവസമാണ് തകർന്നത്. ഇത് സംബന്ധിച്ചാണ് കിഫ്ബിയുടെ വിശദീകരണം. നിർമ്മാണത്തിൽ ഉപയോഗിച്ച ഏതെങ്കിലും വസ്തുക്കളുടെ ഗുണനിലവാരത്തിലോ നടപടിക്രമങ്ങളിലുണ്ടായ വീഴ്ചകളുടെ ഫലമല്ല അപകടം. യഥാർത്ഥ കാരണം ഗർഡറുകൾ ഉയർത്താൻ ഉപയോഗിച്ച ഹൈഡ്രോളിക് ജാക്കുകൾക്കുണ്ടായ യന്ത്ര തകരാറാണെന്നാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായതെന്നും കിഫ്ബി പറയുന്നു. ഗർഡറിനെ ഹൈഡ്രോളിക് ജാക്കുകൾ ഉപയോഗിച്ച് ഉയർത്തുന്നതിനിടയിൽ സംഭവിച്ച യന്ത്ര തകരാറാണ് അപകട കാരണം. ഒരു വശത്തെ ജാക്കിന്റെ പിസ്റ്റൺ പെട്ടെന്ന് അകത്തേക്ക് തിരിയുകയും 3ാം ഗർഡർ 2ാം ഗർഡറിന്റെ പുറത്തേക്ക് വീഴുകയും ചെയ്തു. ഈ ആഘാതത്തിന്റെ ഫലമായി 2ാം ഗർഡർ മറിഞ്ഞ് സമീപമുള്ള 1ാം ഗർഡറിന്റെ മേൽ പതിച്ചു. ഈ ആഘാതത്തെ തുടർന്ന് 1ാം ഗർഡർ പുഴയിലേക്ക് വീഴുകയും ചെയ്തു.
അതായത് ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനത്തിലോ പ്രവർത്തിപ്പിക്കുന്നതിലോ ഉണ്ടായ നൈമിഷികമായ വീഴ്ചയാണ് അപകടത്തിൽ കലാശിച്ചത്. അല്ലാതെ ഗർഡറുകളുടെ ക്യൂബ് സ്ട്രെങ്ത് അടക്കമുള്ള എല്ലാ ഗുണനിലവാര മാനദണ്ഡങ്ങളും തികച്ചും തൃപ്തികരമാണെന്നും കിഫ്ബി പറയുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. 4ാം ഭരണപരിഷ്കാര കമ്മീഷന്റെ 9ാം റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ശുപാർശകൾ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് ഈ വാർത്ത. വിവരങ്ങളുമായി നിർബൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നിർബൻ, പ്രധാനമായും ഈ 9ാം റിപ്പോർട്ടിൽ 4ാം ഭരണപരിഷ്കാര കമ്മീഷന്റെ 9ാം റിപ്പോർട്ടിലെ ശുപാർശകൾ പ്രധാനമായും എന്തൊക്കെയാണ്? സമഗ്രമായ വിവരങ്ങൾ എന്താണ്? മനു, 4ാം ഭരണപരിഷ്കാര കമ്മീഷന്റെ 9ാം റിപ്പോർട്ടിലെ സുപ്രധാനമായ ചില നിർദ്ദേശങ്ങളാണ് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ ഓഡിറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. സ്ഥാപനങ്ങളുടെ ഓഡിറ്റ് വിവരങ്ങൾ അതാത് ഓഡിറ്റിംഗിന് ശേഷം വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തുക, ഓഡിറ്റിന്റെ ആവശ്യകത സംബന്ധിച്ച് വകുപ്പുകളിൽ ബോധവൽക്കരണം നടത്തുക, ഓഡിറ്റർമാർക്ക് ആവശ്യമായ പരിശീലനം നൽകുക തുടങ്ങിയ സുപ്രധാനമായ തീരുമാനങ്ങൾക്കൊപ്പം തന്നെ കെടുകാര്യസ്ഥത മൂലം സർക്കാരിന് നഷ്ടം വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ തുടർ നടപടി സ്വീകരിക്കാനുള്ള തീരുമാനവും ഇനി മുതൽ ഉണ്ടാവും. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ കെടുകാര്യസ്ഥത കൊണ്ട് സർക്കാരിനും ഖജനാവിനും നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടം ആ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കാനുള്ള സുപ്രധാന തീരുമാനം കൂടിയുണ്ട്. ഇതോടൊപ്പം തന്നെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള തുടർ നടപടികൾക്ക് വേണ്ടി വിജിലൻസിന് ഈ റിപ്പോർട്ട് കൈമാറുകയും ചെയ്യും. ഒപ്പം തന്നെ ജനവിഭാഗങ്ങൾക്കിടയിൽ, വിവിധ ദുർബല ജനവിഭാഗങ്ങൾക്കിടയിലെ പരാതി പരിഹാര സംവിധാനങ്ങളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കാനുള്ള നടപടി ഉണ്ടാവും. സർക്കാർ മേഖലയിലെ പരിശീലന പരിപാടികളിൽ പരാതി പരിഹാര സംവിധാനത്തെക്കുറിച്ച് ഒരു മൊഡ്യൂൾ ഉൾപ്പെടുത്തും. ഒപ്പം തന്നെ പരാതി പരിഹരിക്കുന്നതിനും അവ നിരസിക്കുന്നതിനും ഈ യഥാർത്ഥത്തിൽ പരാതികൾ സ്വീകരിക്കുന്നതിനും ഒപ്പം തന്നെ നിരസിക്കുന്നതിനും നിശ്ചിത സമയപരിധി നിശ്ചയിക്കും. ആവശ്യമായ വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും. ഒപ്പം തന്നെ KSEB-യുടെ എല്ലാ സേവനങ്ങളും സേവനാവകാശ നിയമത്തിന്റെ കീഴിൽ ഉൾപ്പെടുത്തും. ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാന് നേരിട്ട് പരാതികൾ സ്വീകരിക്കാനുള്ള അധികാരവും നൽകുന്നുണ്ട്. ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും സേവനാവകാശ നിയമത്തിൽ പരിധിയിൽപ്പെടും. അതായത് സാധാരണക്കാർക്ക് സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ച പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതി നൽകുന്നതിനുള്ള അവസരം, ഒപ്പം തന്നെ പരാതികൾ സ്വീകരിക്കുന്നതിനും അവ നിരസിക്കുന്നതിനുള്ള നിശ്ചിത കാലാവധി ഉണ്ടാകും. ഈ ഉദ്യോഗസ്ഥർ മതിയായ കാരണങ്ങളില്ലാതെ പരാതി നിരസിക്കുകയാണെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും. അങ്ങനെ നിർണായകമായ നിർദ്ദേശങ്ങളാണ് ഭരണപരിഷ്കാര കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. ആ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നത്. മനു, ശരി. നിർബൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.